ഈ ഉരുട്ടിക്കൊലക്കേസ് എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന ഉദയകുമാർ കൊലക്കേസ് ഒരു കസ്റ്റഡി മരണത്തെ കുറിച്ച് CBI അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടത്തിയ കേസാണ്. അതിൽ ഒന്നാം പ്രതി ശിക്ഷിക്കപ്പെട്ടായിരുന്നു. എല്ലാ പ്രതികളെ ശിക്ഷിച്ചു. 1ഉം 2ഉം പ്രതികളെ തൂക്കിക്കൊല്ലാൻ ഉത്തരവാദിയായിരുന്നു. അതിൽ 1ഉം 2ഉം പ്രതികളിൽ രണ്ടാം പ്രതി കസ്റ്റഡിയിൽ ഇരിക്കാൻ മരിച്ചുപോയി. ജയിൽവാസം അനുഷ്ഠിക്കവേ മരിച്ചുപോയി. ഒന്നാം പ്രതിക്ക് വേണ്ടി ഹാജരായത് ഞാനാണ്. ഹൈക്കോടതിയിലെ എല്ലാ പ്രതികളെയും വിട്ടയച്ചുകൊണ്ടുള്ള ഉത്തരവ് സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട്. കാരണം കീഴേക്കോടതി, അതായത് തിരുവനന്തപുരം CBI കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിടേണ്ടിയിരുന്നതും എന്നാൽ വിടാതിരുന്നതുമായ ഒരു കേസ് ഹൈക്കോടതി അത് വിടേണ്ടതാണെന്ന് കണ്ട് വെറുതെ വിട്ടയച്ചു ഉത്തരവാദിയായിരുന്നു. അതുകൊണ്ട് ശിക്ഷ നിലനിൽക്കത്തില്ല എന്ന് പ്രതികൾക്കെതിരെയുള്ള കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയിലെ കണ്ടെത്തൽ. കൂടാതെ സാങ്കേതികമായിട്ട് ചില പിശകുകളും CBI അന്വേഷണത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് 2005 സെപ്റ്റംബർ മാസം 27-ാം തീയതി ഉച്ചയ്ക്ക് ശ്രീകണ്ഠേശ്വരം പാർക്കിനടുത്ത് നിന്ന് ഉദയകുമാർ എന്ന് പറഞ്ഞ ഒരാളെയും മറ്റൊരാളെയും സംശയാസ്പദമായി പിടികൂടി ചോദ്യം ചെയ്യാനായിട്ട് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ആ മറ്റൊരാൾ എന്ന് പറയുന്ന ആൾ ഈ കേസിനകത്ത് ഒന്നാം സാക്ഷിയായിട്ട് പിന്നീട് വിചാരണ നേരിടുകയുണ്ടായി. എന്നിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും തെളിവ് ശേഖരിക്കുന്നതിന് വേണ്ടി മർദ്ദിക്കുകയും ഒരു ദണ്ട് ഉപയോഗിച്ച് ശരീരത്തില് ഉരുട്ടി തുടയിലും മറ്റും ഉരുട്ടി പീഡിപ്പിക്കുകയൊക്കെ ചെയ്തതാണ് പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ. അത് ആ പ്രക്രിയക്കിടയിൽ അവർ മരിച്ചുപോയിരുന്നു. മരിച്ചുപോയ ശേഷം മറ്റു പ്രതികൾ ഉദ്യോഗസ്ഥന്മാരായ മറ്റു പ്രതികളുമായിട്ട് ഗൂഢാലോചന നടത്തി കൃത്രിമമായിട്ട് ഒരു FIR-ഉം മഹസറും ഒക്കെ തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു എന്നാണ് CBIയുടെ ആരോപണം. എന്നാൽ മഹസറിനൊപ്പം FIR-നൊപ്പം ഒരു മഹസർ ഉണ്ടായിരുന്നു. ആ മഹസർ പിറ്റേ ദിവസം, അതായത് 28-ാം തീയതി സെപ്റ്റംബർ 28-ാം തീയതി രാവിലെ 10:20-ന് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയെന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. തെളിയുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് ഒരു ഗൂഢാലോചന നടത്തി മഹസർ തയ്യാറാക്കി എന്ന് പറയുന്ന 4 ദിവസങ്ങൾക്ക് ശേഷം ഗൂഢാലോചന നടത്തി മഹസർ തയ്യാറാക്കി എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. മാത്രമല്ല, ഈ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കേണ്ട പ്രതികളെ തൂക്കൊല്ലാനാണ് വിളിച്ചത്. ആ ശിക്ഷയും നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കണ്ടെത്തല് വളരെ ശരിയാണ്. അത് സ്വാഗതം ചെയ്യുന്നു. തെളിവുകൾ അപര്യാപ്തമായിരുന്നു. 1. 2. CBI കോടതി വരുന്നതിന് മുമ്പ് ഒരു വിചാരണ നടന്നിരുന്നു. ആ കോടതിയിലെ വിചാരണയിലെ രേഖകളും തെളിവുകളും ഒക്കെ ഈ കോടതിയിലെ തെളിവുകളോടൊപ്പം കണക്കാക്കേണ്ടതാണെന്ന് ഹൈക്കോടതി ഉത്തരവിനകത്തുള്ളതുമായിരുന്നു. അതും അവഗണിക്കപ്പെട്ടു. മാത്രമല്ല, ഒരു സിമ്പിൾ ലോജിക്കിനെതിരായ ഒരു ഫൈൻഡിങ് ആയിരുന്നു. കുറ്റം തെളിഞ്ഞെന്ന് കണ്ടെത്തൽ മാത്രമല്ല, വധശിക്ഷയ്ക്ക് കൊടുത്തതും അത് നിയമപരമായി നിലനിൽക്കാത്ത ഒരു ഉത്തരവായിരുന്നു. അതുകൊണ്ട് ഏത് നിലയിലായാലും ഈ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിലും കേസ് നടത്തിയ വക്കീൽ എന്നുള്ള നിലയിലും വളരെ സന്തോഷമുണ്ട് ഈ വിധിയിൽ. വളരെ ടഫായ ഒരു കേസായിരുന്നു. വർഷങ്ങളോളം നീണ്ടു നിന്ന വിചാരണയായിരുന്നു തിരുവനന്തപുരം കോടതിയിൽ. ആദ്യം അഡീഷണൽ സെഷൻസ് കോടതി വിഭാഗമായിരുന്നു. അന്ന് പിന്നീട് ജഡ്ജായി റിട്ടയർ MR അനിത ജഡ്ജിന്റെ മുമ്പിലായിരുന്നു വിചാരണ നടന്നത്. അതിന്റെ ഫാഗ് ഉണ്ടായപ്പോഴാണ് അന്വേഷണത്തിന് വേണ്ടി ഹൈക്കോടതിയെ ഈ മരിച്ചുപോയ ഉദയകുമാറിന്റെ അമ്മ എന്ന അവകാശപ്പെട്ട് ഒരു സ്ത്രീ സമീപിക്കുകയും ഉത്തരവ് നേടുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് CBI കോടതി വന്നത്. അപ്പം CBI കോടതിയുടെ കണ്ടെത്തലുകൾ തെറ്റായിരുന്നു ഹൈക്കോടതി ഇപ്പം ഉത്തരവിലൂടെ കണ്ടെത്തിയിരിക്കുകയാണ്. എത്ര നാൾ കഴിഞ്ഞാലും സത്യം പുറത്തു വരും. ഏറെ കഴിയാലും സംശയാതീതമായി തെളിയിക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾ വളരെ സംശയകരമായ സാഹചര്യത്തിൽ, സംശയകരം എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമായ തെളിവുകളുടെ സാഹചര്യത്തിൽ ശിക്ഷിക്കാൻ പാടില്ല. എന്തായാലും കോടതി ആ തെറ്റ് തിരുത്തി. വളരെ സന്തോഷമുണ്ട്.